Good morning, all of you. Reconstitution of partnership firm. അതിലെ ഒന്നാമത്തെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ എന്ന ചാപ്റ്ററാണ് നാം ഡിസ്കസ് ചെയ്തു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു നിർത്തിയത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ എന്നതായിരുന്നു. ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 കേസുകൾ, 5 പോസിബിലിറ്റീസാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്ക് കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ എന്നതാണ്. എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്നും എങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ നാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് സാക്രിഫൈസിങ് റേഷ്യോ തുടങ്ങിയ കാര്യങ്ങളാണ് നാം ആദ്യമായിക്കൊണ്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് സാക്രിഫൈസിങ് റേഷ്യോ? റേഷ്യോ in which the old partners have agreed to sacrifice their share of profit in favor of the new partner. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു, പുതുതായിക്കൊണ്ട് ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് അവർക്ക് അത്രയും കാലം ബിസിനസ്സിൽ നിന്ന് ലഭിച്ചിരുന്ന പ്രോഫിറ്റ് ഷെയർ ഇൻകമിങ് പാർട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ണർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം കിട്ടിയിരുന്ന പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ആണ് നാളെ മുതൽക്ക് ന്യൂ പാർട്ണർക്ക് ഷെയർ ആയിക്കൊണ്ട് ഇവർ നൽകുന്നത്. അങ്ങനെ ന്യൂ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും while admitting a new partner, he is required to compensate the old partners for his right to share in the future profits of the firm. അങ്ങനെ പുതുതായിക്കൊണ്ട് ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ ന്യൂ പാർട്ണർ ഓൾഡ് പാർട്ട്നേഴ്സിന് ഒരു ഷെയർ നൽകണം. എന്തിനു വേണ്ടി? ഫോർ ഹിസ് റൈറ്റ് ടു ഷെയർ ഇൻ ദി ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം. ആ ഫേമിന് ഫ്യൂച്ചറിൽ ലഭിക്കുന്ന പ്രോഫിറ്റിന്റെ ഷെയർ ഇയാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ന്യൂ പാർട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ട എമൗണ്ട് ആണ് അയാളുടെ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓർ എമൗണ്ട് ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. അഥവാ ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അയാളുടെ ക്യാപിറ്റൽ ഇയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം, അതോടൊപ്പം തന്നെ അയാളുടെ എമൗണ്ട് ഓഫ് പ്രീമിയം ഓർ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ കൂടി ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. എന്തിനു വേണ്ടിയാണ് ആ ന്യൂ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എമൗണ്ട് ഓഫ് പ്രീമിയം കൊണ്ടുവരേണ്ടത്? കാരണം ഓൾഡ് പാർട്ട്നേഴ്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിക്കൊണ്ട് അവർ നടത്തി വരുന്ന ബിസിനസ്, അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നല്ല പേര്, ഗുഡ് വിൽ ആ ബിസിനസ്സിനുണ്ട്. ആ ഗുഡ് വില് നാളെ മുതൽക്ക് പുതുതായിക്കൊണ്ട് ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ആൾക്ക് കൂടി അവകാശപ്പെട്ട ഒരു പേരായിക്കൊണ്ട് മാറുകയാണ്. കഴിഞ്ഞ 8-10 വർഷം കൊണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ എഫേർട്ട് എടുത്തുകൊണ്ട് അവരുടെ ബിസിനസ് സ്ഥാപനത്തിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല പേര്, ആ ഒരു ഗുഡ് വിൽ ഇന്ന് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ന്യൂ പാർട്ണർ കൂടി ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ന്യൂ പാർട്ണർ അയാൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരു എമൗണ്ട് ഓഫ് ഷെയർ ഓഫ് പ്രീമിയം ഓർ ഗുഡ് വിൽ അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് പ്രീമിയം ആർക്കുള്ളതാണ്?
ആ എമൗണ്ട് ഓഫ് പ്രീമിയം എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അഥവാ ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് നാം അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ ഷെയർ ഓഫ് പ്രീമിയം ഓർ ഷെയർ ഓഫ് ഗുഡ് വിൽ കൂടി കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്നു. ആ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അഥവാ ദി പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന അയാളുടെ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ, ആ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ നാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് ഗുഡ് വിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് 3 ഷെയറുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ 3 റേഷ്യോ ആണ് നമുക്കുള്ളത്. ഒന്ന് ഓൾഡ് റേഷ്യോ, മറ്റൊന്ന് ന്യൂ റേഷ്യോ, മറ്റൊന്ന് സാക്രിഫൈസിങ് റേഷ്യോ. ഈ 3 റേഷ്യോ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള ഓൾഡ് പാർട്ട്നേഴ്സിന്റെ റേഷ്യോയാണ് ഓൾഡ് റേഷ്യോ. ന്യൂ പാർട്ട്ണർ വന്നതിന് ശേഷം ഉള്ള ഓൾഡ് പാർട്ട്നേഴ്സും ന്യൂ പാർട്ട്ണറും കൂടിയിട്ടുള്ള പുതിയ റേഷ്യോ ആണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്ന ഈ റേഷ്യോന്റെ സോൾ പർപ്പസ് എന്ന് പറയുന്നത്, സിംഗിൾ പർപ്പസ് എന്ന് പറയുന്നത്, ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ, ആ ഷെയർ ഓഫ് ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സിനെ ഷെയർ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒരു പർപ്പസും സാക്രിഫൈസിങ് റേഷ്യോക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സാക്രിഫൈസിങ് റേഷ്യോ നാം കണ്ടുപിടിക്കുന്നു. ആ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ആ ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. അവർക്ക് ഇത്രയും കാലം ലഭിച്ചിരുന്ന പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ന്യൂ പാർട്ട്ണർക്ക് അവർ സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. If it is made in cash, it can be shared by the old partners in their sacrificing ratio. ക്യാഷ് ആയിക്കൊണ്ട് ഇയാൾ കൊണ്ടുവരുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ആ എമൗണ്ടിനെ ഡിവൈഡ് ചെയ്ത് അവരെടുക്കുന്നു എന്നതാണ്. സാക്രിഫൈസിങ് റേഷ്യോ കാണുന്നത്, വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് കാൽക്കുലേറ്റിംഗ് സാക്രിഫൈസിങ് റേഷ്യോ? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നാം കണ്ടുപിടിച്ചു. 5 പോസിബിലിറ്റീസ് ആണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെ പോസിബിലിറ്റിയാണ്, ഒന്നാമത്തെ കേസാണ് ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർക്ക് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ന്യൂ പാർട്ട്ണർക്കുള്ള ഷെയർ നൽകുന്നു എന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർക്ക് അയാൾക്കുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് നൽകുന്നു. എങ്ങനെ? ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. അങ്ങനത്തെ ഒരു കേസാണ് നമുക്ക് നൽകുന്നത് എന്നുണ്ടെങ്കിൽ നാം പ്രത്യേകിച്ച് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. 2 പാർട്ട്നേഴ്സിന് 3:2 എ ആൻഡ് ബി. ന്യൂ പാർട്ട്ണർ സി എന്ന് പറയുന്ന ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുന്നു. 1/6 ഷെയർ ആണ് നൽകുന്നതെന്ന് മാത്രം പറയുന്നു എന്ന് വിചാരിക്കുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും ബിയും സിക്ക് നൽകുന്നത് 3:2 എന്നുള്ള റേഷ്യോയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നതും 3:2 തന്നെയായിരിക്കും. അത് ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും. അവിടെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. അവിടെ ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു സാക്രിഫൈസിങ് റേഷ്യോ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ന്യൂ പാർട്ണർക്ക് ലഭിക്കുന്ന ഷെയർ അത് ഓൾഡ് പാർട്ട്നേഴ്സ് ഈക്വലായിട്ട് നൽകുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ഓർ 1:1. അവിടെയും നമ്മൾ പ്രത്യേകമായി കൊണ്ട് സാക്രിഫൈസിങ് റേഷ്യോ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. മൂന്നാമത്തെ കേസാണ് ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് റേഷ്യോയിൽ ന്യൂ പാർട്ട്ണർക്ക് ഓൾഡ് പാർട്ട്നേഴ്സ് നൽകുന്നു. ആ കേസിലും 3/10 എന്നുള്ളതാണ് സി എന്ന തേർഡ് പാർട്ണർക്ക് ലഭിക്കുന്നു വിചാരിക്കുക. 2/10 ഫ്രം എ ആൻഡ് 1/10 ഫ്രം ബി എന്ന് പറയുമ്പോൾ അവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. കാരണം എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രയാണ് നൽകുന്നത് എന്ന് കൃത്യമായി കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നത് തന്നെയാണ് അവിടുത്തെ സാക്രിഫൈസിങ്. ആ എമൗണ്ട് തന്നെയാണ് ആ ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർക്ക് നൽകുന്ന സാക്രിഫൈസ് ചെയ്യുന്ന റേഷ്യോ അല്ലെങ്കിൽ ഷെയർ എന്ന് പറയുന്നത്. നാലാമത്തെ കേസിലും സറണ്ടർ ചെയ്യുന്ന കേസിലും അതുപോലെ തന്നെയാണ്. എത്രയാണ് സറണ്ടർ ചെയ്യുന്നത് കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാകും. അവിടെയും നമ്മൾ പ്രത്യേകമായി കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അഞ്ചാമത്തെ കേസിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായി കൊണ്ട് സ്പെസിഫിക് ആയിക്കൊണ്ട് ഒരു പാർട്ട് മാത്രം നൽകുകയാണെങ്കിൽ അവിടെയും സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണോ ന്യൂ പാർട്ണർക്ക് നൽകുന്ന ഷെയർ ആ ഷെയർ ആണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള കേസുകൾ ഒന്നിനും തന്നെയും നാം സാക്രിഫൈസിങ് റേഷ്യോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നാം കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ എപ്പോഴാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ഡിഫറൻ്റ് ആയിക്കൊണ്ട് സ്പെസിഫിക് ആയിക്കൊണ്ട് നമുക്ക് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ, ഓൾഡ് റേഷ്യോ ഈസ് ഡിഫറൻറ്റ് ഫ്രം ന്യൂ റേഷ്യോ കൃത്യമായിക്കൊണ്ട് നമുക്ക് നൽകുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നാം സാക്രിഫൈസിങ് റേഷ്യോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നാം കണ്ടുപിടിക്കേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ എ ആൻഡ് ബി 2 പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ന്യൂ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം അവരുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് നമ്മോട് പറയുകയാണ് സാക്രിഫൈസ് ന്യൂ റേഷ്യോ ഈസ് 4:2:1 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ഡിഫറൻ്റ് ആയിക്കൊണ്ട് വ്യത്യസ്തമായിക്കൊണ്ടുള്ള 2 റേഷ്യോ നമുക്ക് നൽകുമ്പോൾ അവിടെയാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നാം സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത ഒരു കേസിലും നാം സാക്രിഫൈസിങ് റേഷ്യോ പ്രത്യേകമായി കൊണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആ എത്രയാണോ നൽകുന്നത് ആ നൽകുന്നതിൽ നിന്ന് കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതാണ്. So that is the third adjustment regarding admission of a partner, that is calculation of sacrificing ratio. Sacrificing ratio കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഏക ആവശ്യം എന്ന് പറയുന്നത് ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അയാൾ കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കുകയും ചെയ്യുക. ദെൻ വി മൂവ് ഓൺ ടു ദി ഫോർത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഗുഡ് വിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഗുഡ് വിൽ? ഗുഡ് വിൽ ഈസ് ദി വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം. ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷനാണ്. ഒരു ബിസിനസ്സിന് നല്ല പേര് ഉണ്ടാവുമ്പോഴാണ് ആ ബിസിനസ്സിന് ഗുഡ് വിൽ ഉണ്ട് എന്ന് നാം പറയുക. ഇറ്റ് ഈസ്
in respect of the profit expected in future over and above the normal profit. സാധാരണ ബിസിനസ്സിന് ലഭിക്കുന്ന നോർമൽ പ്രോഫിറ്റിനേക്കാളും മുകളിലായിക്കൊണ്ട് കൂടുതലായിക്കൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ബിസിനസ്സിന് പ്രോഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ ബിസിനസ് നമുക്ക് ഗുഡ്വിൽ ഉണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഒരു ബിസിനസ്സിന് ഗുഡ്വിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ആരംഭിച്ച ഒന്നാമത്തെ വർഷം ബിസിനസ്സിന് ഗുഡ്വിൽ ഉണ്ടായിരിക്കുകയില്ല. നേരെ മറിച്ച് ഒരുപാട് വർഷത്തെ ബിസിനസ് ചെയ്തുകൊണ്ട് അവരുടെ എഫേർട്ട് കൊണ്ട് ആ ബിസിനസ് സ്ഥാപനം നേടിയെടുക്കുന്ന നല്ല പേരിനെയാണ്, വാല്യൂ ഓഫ് റെപ്യൂട്ടേഷനെയാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. For a period of time, a well-established business develops an advantage of good name, reputation, and wide business connections, which help the business to earn more profit. ഒരുപാട് വർഷങ്ങളായിക്കൊണ്ട് ഒരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സിന് നല്ല പേരുണ്ടാകുന്നു, റെപ്യൂട്ടേഷൻ ഉണ്ടാകുന്നു, ഒരുപാട് പേരുമായിട്ടുള്ള വൈഡ് ബിസിനസ് കണക്ഷൻ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള വൈഡ് ബിസിനസ് കണക്ഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നു, കൂടുതൽ സെയിൽസ് ഉണ്ടാകുന്നു, അങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് ബിസിനസ്സിന് ലഭിക്കുകയും ചെയ്യുന്നു. ഇൻ അക്കൗണ്ടിങ്, ദി മോണിറ്ററി വാല്യൂ ഓഫ് സച്ച് അഡ്വാൻറ്റേജ് ഈസ് നോൺ ആസ് ഗുഡ് വിൽ. അക്കൗണ്ടിങ് ടേമിൽ ആ ഒരു നല്ല പേരിനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് നാം ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത്? ഗുഡ് വിൽ കണ്ടുപിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു ന്യൂ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ, ഇവിടുത്തെ കേസിൽ ഒരു ന്യൂ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ ന്യൂ പാർട്ണർക്ക് ഓൾഡ് പാർട്ട്നേഴ്സ് വർഷങ്ങളായിക്കൊണ്ട് അവരുടെ എഫേർട്ട് കൊണ്ട് അവർ നേടിയെടുത്തിട്ടുള്ള ആ ഗുഡ് നെയിം, ആ നല്ല പേര്, ഒരു ബിസിനസ്സിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പേര്, നല്ല ഒരു റെപ്യൂട്ടേഷൻ ബിസിനസ് ഉണ്ടാകുമ്പോൾ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓണേഴ്സ് വർഷങ്ങളായിക്കൊണ്ട് അവരുടെ എഫേർട്ട് കൊണ്ട് അവർ നേടിയെടുത്തിട്ടുള്ള നല്ലൊരു പേരാണ്. ആ പേര് നാളെ മുതൽക്ക് ആ ബിസിനസ്സിലേക്ക് പുതുതായിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള ന്യൂ പാർട്ണർ കൂടി ലഭിക്കുവാൻ പോവുകയാണ്. കാരണം നാളെ മുതൽക്ക് ആ വ്യക്തിയുടെ കൂടി ബിസിനസ് ആയിക്കൊണ്ടത് മാറുമ്പോൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ടുമില്ലാതെ ന്യൂ പാർട്ണർക്ക് ആ ബിസിനസ് കൈവരിച്ചിട്ടുള്ള ആ നല്ല പേര്, ആ ഗുഡ് നെയിം അയാൾക്ക് കൂടി അവകാശപ്പെട്ടതായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ന്യൂ പാർട്ണർ വരുന്ന സമയത്ത് അതിനുള്ളൊരു കോമ്പൻസേഷൻ ആയിക്കൊണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ണറുടെ കയ്യിൽ നിന്നും ഒരു എമൗണ്ട് ഓഫ് പ്രീമിയം ഓർ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ വാങ്ങുവാനുള്ള കാരണം. ചുരുക്കി പറഞ്ഞാൽ, ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നാം ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ എത്രയാണ്, അഥവാ വാല്യൂ ഓഫ് ഗുഡ് വിൽ എത്രയാണെന്നും നാം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എമൗണ്ട് ഓഫ് ഷെയർ ഓഫ് പ്രീമിയം ഓർ എമൗണ്ട് ഓഫ് ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു പേരാണ്. അപ്പോൾ അതിന് കോമ്പൻസേഷൻ ആയിക്കൊണ്ട് ന്യൂ പാർട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുന്നത്. ഒരാൾക്ക് ബിസിനസ്സിലേക്ക് എൻ്റെ വക കുറച്ച് ഗുഡ് വിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമല്ല. നേരെ മറിച്ച് അതിന് കോമ്പൻസേഷൻ ആയിക്കൊണ്ട് അയാൾ കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ന്യൂ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുന്നു, അയാൾ പ്രീമിയം കൊണ്ടുവരുന്നു. ആ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കുന്നു. ഏത് റേഷ്യോയിലെടുക്കുന്നു? ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. സോ ദാറ്റ് ഈസ് ദി അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് ഗുഡ് വിൽ. ദെൻ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ? ഒരു ബിസിനസ് ഓർഗനൈസേഷനെ അവരുടെ ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ സംഗതി, ലൊക്കേഷൻ ഓഫ് ബിസിനസ്. ആ ബിസിനസ് എവിടെയാണ്? ഇഫ് ഇറ്റ് ഈസ് സെൻട്രലി ലൊക്കേറ്റഡ് ഇൻ എ പ്ലേസ് ഹാവിംഗ് മോർ കസ്റ്റമർ ട്രാഫിക്, ദ ഗുഡ് വിൽ ടെൻസ് ടു ബി ഹൈ. കൂടുതൽ ആളുകൾ, കസ്റ്റമേഴ്സ് വരുന്ന വലിയ ഒരു സെൻട്രലി ലൊക്കേറ്റഡ് ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ
അവിടെ ബിസിനസ് എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. സ്വാഭാവികമായിക്കൊണ്ടും ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നു. രണ്ടാമത്തെ സംഗതി നേച്ചർ ഓഫ് ബിസിനസ്. The firm which produces the products having a stable demand is able to earn more profit and therefore has more goodwill. സ്ഥിരമായിക്കൊണ്ട് ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സെയിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുന്നു, സ്വാഭാവികമായിക്കൊണ്ടും സെയിൽ കൂടുന്നു. സെയിൽ കൂടുമ്പോൾ ബിസിനസ്സിന് പ്രോഫിറ്റും ഏൺ ചെയ്യുന്നു. പ്രോഫിറ്റ് കൂടുമ്പോൾ ബിസിനസ്സിൻ്റെ ഗുഡ്വില്ലും ഇൻക്രീസ് ചെയ്യുന്നു. Then third factor is efficiency of management. ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി. Based on the efficiency of management, the productivity and the profitability of an organization be higher and it determines the value of goodwill. നല്ല മാനേജ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിക്കൊണ്ടും പ്രൊഡക്ടിവിറ്റി കൂടുന്നു, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നു. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടുമ്പോൾ ബിസിനസ്സിൻ്റെ ഗുഡ്വിൽ ഇൻക്രീസ് ചെയ്യുന്നു. Then fourth one is time factor. A business concern running profitably for a longer period will have more goodwill since it is better known to the customers. വർഷങ്ങളായിക്കൊണ്ട് 50, 60, 100 വർഷങ്ങളായിക്കൊണ്ട് ഒരു രാജ്യത്തുള്ള ഒരു നാട്ടിലുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിക്കൊണ്ടും ആ നാട്ടിലുള്ള കസ്റ്റമേഴ്സ് എല്ലാം തന്നെയും ആ ഓർഗനൈസേഷനെ പറ്റി കൃത്യമായിക്കൊണ്ട് അറിയും. അവിടേക്ക് കസ്റ്റമേഴ്സ് കൂടുതലായിക്കൊണ്ട് വരുന്നു, അവിടുത്തെ സെയിൽസ് കൂടുന്നു, പ്രോഫിറ്റ് കൂടുന്നു. പ്രോഫിറ്റ് കൂടുമ്പോൾ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗുഡ്വിൽ ഇൻക്രീസ് ചെയ്യുന്നു. അഞ്ചാമത്തെ ഫാക്ടറാണ് മാർക്കറ്റ് സിറ്റുവേഷൻ. The monopoly or limited competition enables the business to earn more profit which leads to higher goodwill. മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു മൊണോപ്പൊളി ആണ് എന്നുണ്ടെങ്കിൽ മറ്റു ഉള്ള കമ്പനികളൊന്നും നമ്മോട് കോമ്പീറ്റ് ചെയ്യാൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വളരെ ലിമിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യുന്നു. ഒരു കാലത്ത് നോക്കിയ എന്ന് പറയുന്ന ഫോണ്, ആ ഫോണിന് ഒരു ഏകദേശം മൊണോപ്പൊളി തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ലിമിറ്റഡ് കോമ്പറ്റീഷൻ ആയിരുന്നു. അധികം കമ്പനികളൊന്നും ആ മൊബൈൽ രംഗത്തില്ലാത്ത കാലത്ത് ആ ബിസിനസ് ഓർഗനൈസേഷൻ ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിച്ചിരുന്നു. അങ്ങനെ അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത ബിസിനസ് ആവുമ്പോൾ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി അവരുടെ ഗുഡ്വിൽ ഇൻക്രീസ് ചെയ്യുന്നു. ആറാമത്തെ ഫാക്ടറാണ് സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് like import license, well-known foreign collaborations, patent, trademark, etc. will help to earn more profit which leads to higher goodwill for the firm. ആ ബിസിനസ്സിനെ വിദേശ രാജ്യങ്ങളിലുള്ള ബിസിനസ് ഓർഗനൈസേഷനുമായിക്കൊണ്ടുള്ള ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടെങ്കിൽ, പേറ്റന്റ് ഉണ്ടെങ്കിൽ, ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു. സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗുഡ്വിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. എന്തിനു വേണ്ടിയിട്ടാണ് നാം ഗുഡ്വിൽ, അല്ലെങ്കിൽ ഏതൊക്കെ കേസുകളിലാണ് നാം ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടത് എന്നതാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുമ്പോൾ നാം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത്തത് അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. പുതുതായിക്കൊണ്ട് ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നാം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. മൂന്നാമതായിട്ട് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഒരു ബിസിനസ്സിലുള്ള പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ നാം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. നാലാമതായിട്ട് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ ഉള്ള പാർട്ട്ണർ മരണപ്പെടുമ്പോൾ നാം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അഞ്ചാമതായിക്കൊണ്ട് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഓർ സെയിൽ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്. ഒരു ബിസിനസ് നമ്മൾ കംപ്ലീറ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നാം സെയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നാം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അമാൽഗമേഷൻ ഓഫ് ഫേംസ്, രണ്ട് ഫേമുകൾ കൂടിച്ചേർന്നുകൊണ്ട് പുതുതായിക്കൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നാം രൂപീകരിക്കുകയാണെങ്കിൽ ആ കേസിലും നാം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം എന്നതാണ്. അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ മെത്തേഡ്സ് ആണ് അടുത്ത ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുള്ളത് സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്, അതിൻ്റെ പർപ്പസ്, അതുപോലെ തന്നെ എന്താണ് ഗുഡ് വിൽ, what are the factors affecting goodwill of a firm and what are the need for valuation of goodwill തുടങ്ങിയ കാര്യങ്ങളാണ്. കൃത്യമായി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നാം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ആൾ.